നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 142ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ ശ്രീ കുഞ്ചാക്കോയെക്കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ സെറ്റിൽ പങ്കെടുക്കുക എന്നത് തന്നെ ഒരു മഹനീയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം മലയാള സിനിമയിലെ ഒട്ടുമിക്ക ചലച്ചിത്ര താരങ്ങളെയും ഞാൻ കണ്ടിട്ടുള്ളത് അവിടെ വച്ചിട്ടാണ്. സംവിധായകരെയും തിരക്കഥാകൃത്തുകളെയും എല്ലാവരെയും കണ്ടിട്ടുള്ളത് അവിടെ വച്ചിട്ടാണ്. ഇന്ന് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ വളരെ ബഹുമാന പുരസ്സരം തന്നെ പറയട്ടെ. മലയാള സിനിമയുടെ ചരിത്രം പഠിക്കുന്ന ഒരാൾ, ചരിത്രം മറച്ചു നോക്കുന്ന ഒരാൾ, നിരവധി ഗ്രന്ഥങ്ങളിൽ മെല്ലാൻ സ്റ്റുഡിയോയും ശ്രീ പി സുബ്രഹ്മണ്യത്തെയും മലയാള സിനിമയെ കേരളത്തിലേക്ക് പറിച്ചു നടാൻ ഒത്തിരി പ്രയത്നം ചെയ്ത ശ്രീ കുഞ്ചാക്കോയും ഒക്കെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ടിട്ടുണ്ട്. സിനിമാഭിനയവും സിനിമാമോഹവും സിനിമാ സ്വപ്നങ്ങളുമായി എത്ര തവണയാണ് ആ സ്റ്റുഡിയോയിൽ കയറി ഇറങ്ങിയത് എന്ന് എണ്ണിപ്പറയാൻ കഴിയില്ല. തിരുവനന്തപുരത്തു നിന്നും ആലപ്പുഴയിലെ ഉദയ സ്റ്റുഡിയോയിൽ എത്രയോ തവണ പോയിരിക്കുന്നു. അങ്ങനെ ഒരു ചിത്രത്തിൽ മുഖം കാണിച്ചതിന് എനിക്ക് ലഭിച്ചത് 12.5 രൂപയാണ്. ഏതൊരു എപ്പിസോഡിൽ ഇതേപ്പറ്റി ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഈ 12.5 രൂപയുടെ കണക്ക് എന്ന് പറഞ്ഞാൽ, ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേർ നിൽക്കുന്ന അതിൽ ഒരു തല എൻ്റെതുമാണ്. അങ്ങനെ അവിടുത്തെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു 12.5 രൂപ വാങ്ങിച്ചോളൂ എന്ന് ശ്രീ കുഞ്ചാക്കോ എന്നോട് പറയുമ്പോൾ ഞാൻ തൊഴുതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, വേണ്ട സാർ, പക്ഷെ ഒരു കാര്യം ചോദിച്ചാൽ എന്നോട് ദേഷ്യപ്പെടുമോ? ഹേയ് ഇല്ല, പറഞ്ഞോളൂ. ഈ അരക്കണക്ക് എന്താണെന്ന് മനസ്സിലായി. 12.5 രൂപയെന്ന് പറഞ്ഞാൽ 12 രൂപയുടെയും പിന്നെ സഹിക്കാം, അല്ലെങ്കിൽ 15 പിന്നെ സഹിക്കാം. ഈ അര രൂപ കണക്ക് എന്താണെന്ന് മനസ്സിലായി. ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, അതെ, ഇവിടുന്ന് ആലപ്പുഴ ബസ് സ്റ്റേഷൻ വരെ പോകാനായിട്ടുള്ള വണ്ടിക്കൂലിക്ക് 50 പൈസ ഒന്ന് കൊടുത്താൽ മതി, അതാണ് ഉദ്ദേശമെന്ന് പറഞ്ഞു. സന്തോഷം. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ സ്റ്റുഡിയോയുടെ പുറത്ത് മലയാള സിനിമയുടെ ഒരു താരനിര തന്നെ ഇരിപ്പുണ്ട്. പ്രൈം മിനിസ്റ്റർ അടൂർ ഭാസി കയ്യിലൊരു ചെറിയ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വന്ന അവസരമൊക്കെയാണ്. ഉഷ റാണി, ഉഷാകുമാരി, ശ്രീവിദ്യ, KP ഉമ്മർ, P ഗോവിന്ദൻകുട്ടി, കടുവാളം ആൻ്റണി, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത താരനിര അന്നവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ചിത്രീകരിക്കുന്ന സമയത്താണ് ഞാനും അവിടെ ചെന്നെത്തുന്നത്. അന്ന് അഭിനയ ഭ്രാന്തായിരുന്നു. ഇന്ന് അഭിനയ മോഹം മനസ്സിൽ നിന്നേ മാഞ്ഞിരിക്കുന്നു. അഭിനയിക്കാൻ വേണ്ടി വന്നാൽ. പക്ഷേ ഇപ്പോൾ സംവിധാനത്തിൻ്റെ പിന്നാമ്പുറത്ത് നിൽക്കാനാണ് ഇപ്പോൾ കൂടുതൽ ഇഷ്ടം. അവസരങ്ങൾ വരുന്നുണ്ട്, അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്നുമുണ്ട്. ഇപ്പോഴും ഒരു ചിത്രം, ഒരുപാട് ചിത്രങ്ങളൊന്നും ചെയ്യേണ്ട, ഒരു ചിത്രം, അതാണ് മനസ്സിലെ സങ്കല്പം. അതിനുവേണ്ടി ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിത് പറഞ്ഞു വന്നത്, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലെ മികവ് എത്രയോ കാലങ്ങൾക്ക് മുൻപാണ്. കണ്ണപ്പൻ ഉണ്ണിയുടെയും മറ്റേ സെറ്റിൽ ഒരു ചെറിയ തോട് മാതിരി ഉള്ളിടത്താണ് വലിയ വലിയ വള്ളങ്ങളും വലിയ വലിയ അരയന്നങ്ങളും ഒക്കെ ചെയ്തിട്ടിരിക്കുന്ന ഒരു ചെറിയ സ്ഥലത്താണ്. നമ്മൾ അതിശയിച്ചു സിനിമയിൽ കാണുമ്പോൾ. അതുപോലെ അവിടുത്തെ ഒരു വലിയൊരു ഓലപ്പുര, അതിനകത്താണ് സെറ്റുകൾ, വർണ്ണാഭമായിട്ടുള്ള നിരവധി സെറ്റുകൾ. 40ഓളം ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ഒരു വലിയ പ്രതിഭ. എത്ര സൗമ്യമായിട്ടുള്ള പെരുമാറ്റം. അദ്ദേഹവുമായി ഒരു 15 മിനിറ്റ് മാക്സിമം സംസാരിച്ചാണ്. കാരണം ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് പാക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് ശ്രീ പ്രൈം മിനിസ്റ്ററും മറ്റുള്ള നടന്മാരെല്ലാം അവിടെ പുറത്തിരിക്കുകയാണ്.
അടുത്ത ദിവസം രാവിലെയാണ് അടുത്ത ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു വീടിൻ്റെ മുൻഭാഗവും വീടിൻ്റെ പിൻഭാഗവും ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ആ സെറ്റെല്ലാം പൊളിച്ചു മാറ്റി വേറെ സെറ്റ് അറേഞ്ച് ചെയ്യണം. അപ്പോൾ അവിടെ നിന്ന് നടന്നു പോകുമ്പോഴാണ് മഞ്ഞ കൈയില്ലാത്ത ഷർട്ടും ഫുൾ കൈയില്ലാത്ത ഷർട്ടും ഇട്ട് മുണ്ടും എടുത്തൊരു ചെറിയ മനുഷ്യൻ നടന്നു വരുന്നു. ഞാൻ തൊഴുതു അടുത്തെന്ന് പറഞ്ഞു, സാർ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരികയാണ്. എന്താ ചെയ്യുന്നത് ഇവിടെ? അപ്പം ഞാൻ പറഞ്ഞു 5-6 പ്രാവശ്യമായിട്ട് ഇവിടെ വരുന്നുണ്ട്, സ്റ്റുഡിയോയിൽ വരുന്നുണ്ട്, ചെറിയ അഭിനയമോഹമൊക്കെ ഉണ്ട്, ആണോ എന്ന് ചോദിച്ചു. പക്ഷേ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും വന്നില്ല. ഇന്ന് തന്നെ മടങ്ങി പോകുമോ അതോ 1-2 ദിവസം ഇവിടെ നിൽക്കുന്നോ? എങ്കിൽ ഇവിടെ താമസിക്കാം, ഭക്ഷണമൊക്കെ കഴിച്ച് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് കണ്ട് എന്തെങ്കിലും ചെറിയ റോൾ വരികയാണെങ്കിൽ തന്നെയും ഉൾപ്പെടുത്താം. ആദ്യം ഈ സെറ്റൊക്കെ നടന്നൊന്ന് കാണൂ. അങ്ങനെ ആ വലിയ ഓലപ്പുരയ്ക്കകത്ത് കൊട്ടാരവും കോവിലവും അമ്പലവും അതെല്ലാം സെറ്റിട്ടിരിക്കുകയാണ്. നമ്മുടെ കണ്ണുകളെ അതിശയിപ്പിക്കും ഒരു കലാകാരൻ്റെ കരവിരുത്, കലയിലെ ഔന്നത്യം, അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഇളക്കി മാറ്റാവുന്ന രീതിയിൽ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അവിടെയാണ് പാട്ടും ഓട്ടവും അപ്സ്റ്റേഴ്സും ഒക്കെ ചെയ്തു വച്ചിരിക്കുന്നത്. 1/2 മണിക്കൂർ നടന്ന് കണ്ട് തിരികെ വരുമ്പോൾ നടന്മാരെല്ലാം അവരവരുടെ റൂമുകളിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്നു. അവരെ കണ്ട് ചിരിച്ചു. അന്നത്തെ കാലത്ത് ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാൻ മൊബൈലൊന്നുമില്ലല്ലോ. ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് എടുക്കുന്ന സ്റ്റിൽ ക്യാമറാമാനുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ യു രാജഗോപാൽ ക്യാമറാമാൻ അവിടെ ഉണ്ട്. അങ്ങനെ കുറേയധികം പേര്, ഒരു 10-200 പേര് കാണും. ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്ത് ലൈറ്റ്സ് എല്ലാം കൊണ്ടുപോകുന്ന അതെല്ലാം എത്രയോ കാലങ്ങൾക്ക് ശേഷം ഇന്നും മനസ്സിൽ നിന്നും മായുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ച് ചെറിയൊരു ബ്രീഫ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുന്നു. വിശദമായി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 1910 ഫെബ്രുവരി 19 ആലപ്പുഴയിലെ പുളിങ്കുന്നിൽ ജനനം. 1947 ഉദയ സ്റ്റുഡിയോ സ്ഥാപിച്ചു. 40ഓളം സിനിമകൾ സംവിധാനം ചെയ്തു. പുരാണ പടങ്ങളും വടക്കൻ പാട്ടുകളും. കണ്ണപ്പനുണ്ണി, പൊന്നാപുരംകുട്ട, അങ്ങനെ നിരവധി ചിത്രങ്ങൾ. 1976 ജൂൺ 15 ചെന്നൈയിൽ വെച്ച് ഗാന റെക്കോർഡിംഗ് വേളയിൽ അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ ചിത്രങ്ങളും നമ്മൾ എടുത്തു നോക്കൂ. ടെക്നോളജിയും ഇന്നത്തത്രോളം ടെക്നോളജിയൊന്നും വളർന്നിട്ടില്ലെങ്കിലും അന്നത്തെ ഓരോരുത്തരുടെയും കഴിവ് എടുത്തു പറയേണ്ടതാണ്. എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, ഗോവിന്ദൻകുട്ടി എന്നുള്ള തിരക്കഥാകൃത്ത്, വടക്കൻ പാട്ടുകളിൽ ഒരുപാടെണ്ണം ചെയ്തിട്ടുള്ള ഗോവിന്ദൻകുട്ടി എന്നുള്ള ആ തിരക്കഥാകൃത്തിനെയൊക്കെ വലിയ ദേശീയ അവാർഡുകൾ കൊടുത്തു വേണം ആദരിക്കാൻ. അത്രയ്ക്ക് മികവും, കണ്ടാൽ ഒരു വലിയ വില്ലൻ ലുക്കാണെങ്കിലും എത്ര കഠിനാധ്വാനിയും എത്രമാത്രം ഓരോ സീനുകളെക്കുറിച്ചിട്ടുള്ള അവഗാഹമായിട്ടുള്ള ജ്ഞാനവും ഒക്കെ അവിടെ ചിത്രീകരണ സമയത്ത് അദ്ദേഹം പറയുന്നത് കേട്ട് ഞാൻ അതിശയിച്ച് നിന്നിട്ടുണ്ട്. അവരെയൊക്കെ വേണം ഇന്ന് മലയാള സിനിമയിൽ മരണാനന്തര ബഹുമതിയായിട്ടെങ്കിലും അവാർഡുകളൊക്കെ കൊടുത്ത് ഉയർത്തിക്കാട്ടാൻ എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ കുഞ്ചാക്ക എന്ന ആ വലിയ സംവിധായകന് രാഷ്ട്രം കുറഞ്ഞത് പത്മഭൂഷണെങ്കിലും മരണാനന്തര ബഹുമതിയായിട്ടെങ്കിലും കൊടുത്ത് ആദരിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പുരാണ പടമായാലും വടക്കൻ പാട്ടായാലും സീൻ ടു സീൻ നമ്മൾ പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ മികവ്, അദ്ദേഹത്തിൻ്റെ സംവിധാന കലയോടുള്ള താല്പര്യമൊക്കെ
നമ്മളെ അതിശയിപ്പിക്കും എന്ന് തന്നെ വേണം പറയാൻ. അന്ന് രാത്രി എല്ലാവരും അവരവരുടെ മുറികളിലെല്ലാം എത്തിയ ശേഷം ഗോലമേഞ്ഞ ആ സ്റ്റുഡിയോ ഫ്ലോറിലെ ചാരു കസേരയിൽ അദ്ദേഹം ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ അടുത്ത് നിന്നു. അപ്പോൾ ആരുമില്ല അടുത്ത്. ഫ്ലോറിലെ ഒരു വലിയ ലൈറ്റ് മാത്രം പ്രകാശിക്കുന്നു. വരൂ, ഇരിക്കൂ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല സാർ, ഞാനിവിടെ നിൽക്കാം. ഇല്ല, എത്ര നേരം നിൽക്കും? അവിടെ ഒരു പലക ഇരിപ്പുണ്ട്, ആ പലക എടുത്തിട്ടുള്ളൂ. ഇല്ല സാർ, ഞാനിവിടെ നിൽക്കാം. അത് ശരിയല്ലല്ലോ, ഞാൻ ഇരിക്കുകയും നിങ്ങൾ നിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ദൂരെ മാറി ഒരു ചപ്പരം മാതിരി ഉണ്ടാക്കിയിരിക്കുന്ന, ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയൊരു പലക കഷ്ണം അടുത്തുകൊണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തുവരെ പഠിച്ചു? എന്തുകൊണ്ടാണ് ഈ സിനിമ അഭിനയത്തോട് ഇത്ര കമ്പം തോന്നാൻ? ഇന്നത്തെ ഷൂട്ടിങ്ങിൽ ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചിരുന്നു. ആ പശുവിനെ അഴിച്ചു കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കയറിൽ പിടിച്ച് വലിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ എന്നോർത്തപ്പോൾ വിഷമം തോന്നി. ആ സീനിൽ നിങ്ങളുടെ ഫേസും നിങ്ങളുടെ ഭാവവും ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിരുന്നു. ഞാനൊന്ന് ചിരിച്ചതല്ലാണ്ട് മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാം തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആരും കേമന്മാരും കേമത്തികളും ആയി വന്നിട്ടില്ല. ഞാൻ സംവിധാനം തുടങ്ങിയ കാലത്തും ഒരുപാട് പാകപ്പിഴകളുമൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് ചിത്രങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. നിങ്ങളുടെ ആ ജാള്യത, നിങ്ങളുടെ ആ പ്രയാസം, നിങ്ങളുടെ കണ്ണിലെ ആ നനവ് ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. സിറ്റിയിലാണല്ലേ താമസം? ഞാൻ പറഞ്ഞു, അതെ സാർ. വീട്ടിൽ പശുക്കളൊന്നുമില്ലേ? ഞാൻ ചിരിച്ചു. ഞാൻ പറഞ്ഞു, സാർ, 1.5 സെൻറ്റിലും 2 സെൻറ്റിലും ഒക്കെയാണ് ഓരോ വീടുകൾ, സിറ്റിയിലല്ലേ. അപ്പോൾ അവിടെ പശു വളർത്തുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മനസ്സിലായി, വിഷമിക്കണ്ട. എനിക്ക് തോന്നിയ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നന്നായി ശ്രമിച്ചാൽ തനിക്ക് നല്ലൊരു നടനാവാം, ശ്രമിച്ചാൽ സംവിധായകനുമാവാം. ഞാൻ പറഞ്ഞു, എന്താ സാർ അങ്ങനെ തോന്നാൻ കാര്യം? ഇല്ല, ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നതിനേക്കാൾ ഉപരി ക്യാമറയുടെ പിന്നിൽ നിന്ന് ക്യാമറമാൻ എന്തൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ ലെൻസുകൾ മാറ്റുന്നു, അസിസ്റ്റൻറ്റുമാർ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. അത്രയും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വേറെ ആൾ വന്ന് പറഞ്ഞു, സാർ, പോകാൻ കാർ വന്ന് നിൽക്കുന്നു, വീട്ടിലോട്ട് ഇറങ്ങാം. അങ്ങനെ അദ്ദേഹം കസേരയിൽ നിന്ന് പതുക്കെ നടന്ന് ഫ്ലോറിന് പുറത്തു വന്നു. എന്നോട് ചോദിച്ചു, വരുന്നോ? ഞാൻ ആലപ്പുഴയിൽ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞു, വേണ്ട സാർ, ഞാൻ പോകുന്നു. ഇല്ല, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞു, വേണ്ട സാർ, ഞാൻ പോകുന്നു. എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള വണ്ടി കിട്ടുമ്പോൾ ഞാൻ പൊയ്ക്കൊള്ളാം. ശരിയെങ്കിൽ എന്ന് പറഞ്ഞ് അദ്ദേഹം കാറിൽ കയറി ഇരുന്ന ഡോർ അടച്ചു കഴിഞ്ഞ ശേഷം 2 കൈകളും കൊണ്ട് തൊഴുതു. അവിടെയാണ് മാർക്ക് കൊടുക്കേണ്ടത്, അവിടെയാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഒന്നുമല്ലാത്ത ഒരു സാധാരണ വ്യക്തി ഞാൻ നടനല്ല, സംവിധായകനല്ല, ഒന്നുമല്ല. ഒരു സീനിൽ ജസ്റ്റ് മുഖം കാണിച്ച് കടന്നുപോയൊരു വ്യക്തിയാണ്. ഇത്രയും നല്ല രീതിയിൽ സംസാരിക്കാനും അദ്ദേഹം പോകുമ്പോൾ എന്നെ ആലപ്പുഴ ബസ് സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുകയും വേണ്ട സാർ എന്ന് പറയുമ്പോൾ അദ്ദേഹം കാറിൽ കയറി ഡോർ അടച്ചു കഴിഞ്ഞ് എന്നെ ഒന്നും നോക്കിയിട്ട് തൊഴുകയോടെ പറഞ്ഞു, വീണ്ടും കാണാം എന്ന് പറയുമ്പോൾ ആ വലിയ മനുഷ്യൻ്റെ മനസ്സ് എന്താണെന്ന് ചിന്തിക്കുക. ഇന്നത്തെ പ്രഗത്ഭർ അത്ര കുലീനമായിട്ടുള്ള പെരുമാറ്റം, ഓരോ ഷോട്ടുകളെ പറ്റിയിട്ടും ഓരോ സീനിനെ പറ്റിയും വ്യക്തമായിട്ടുള്ള ധാരണ,
ആവശ്യമില്ലാത്ത ബഹളങ്ങളോ ഒന്നുമില്ലാതെ മനസ്സിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ആ സീൻ കട്ട് പറയുക. അദ്ദേഹത്തോട് ആരും അങ്ങോട്ട് കയർത്ത് സംസാരിക്കുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അദ്ദേഹം ഓരോ സീനിനെ പറ്റിയും ഓരോ ആർട്ടിസ്റ്റുകളെ പറ്റിയും ആർട്ടിസ്റ്റുകൾ നിൽക്കേണ്ട ഇടം, എങ്ങനെ ഡയലോഗ്സ് പറയണം, എങ്ങനെ പറയണ്ട എന്നൊക്കെ വ്യക്തമായ ധാരണയുള്ള ഒരു വലിയ സംവിധായകൻ. 40ഓളം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുക എന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ഇന്ന് ഞാൻ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ മലയാള സിനിമയുടെ ചരിത്രത്തിൽ അദ്വിതീയമായ ഒരു സ്ഥാനം വഹിച്ച ഒരു വലിയ സംവിധായകൻ. അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം.